എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 22-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 2024 യൂറോ കപ്പിന്റെ വേദി. 2024 യൂറോ കപ്പ് വേദി ജർമ്മനിയാണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഹിമാചൽ പ്രദേശിലേക്ക് ഇലക്ഷൻ ഐക്കണായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചത് ആരെയാണ്? ഹിമാചൽ പ്രദേശിലേക്ക് ഇലക്ഷൻ ഐക്കണായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചത് ആരെയാണ്? ജസ്പ്രീത് പോൾ. സൈക്ലിസ്റ്റ് ആണ് ജസ്പ്രീത് പോൾ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, മേഘാലയയിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ശക്തി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, തിരിച്ചും ചോദിക്കാം. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമായ ശക്തിയുടെ വേദി ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ മേഘാലയയാണ്, ഓർത്തു വെച്ചേക്കാം, മറന്നുപോകരുത്. നമ്മുടെ നാലാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഉടമസ്ഥതയിൽ അക്ഷരം മ്യൂസിയം നിലവിൽ വരുന്നത് നാട്ടകത്താണ്, കോട്ടയം ജില്ലയിലാണ് നാട്ടകം. അഞ്ചാമത്തെ ചോദ്യം, വിഷാദ രോഗത്തിനുള്ള AI സൈക്യാട്രിസ്റ്റ്, വിഷാദ രോഗത്തിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈക്യാട്രിസ്റ്റ് ആരാണ്? പെട്രൂഷ്ക ഓക്സ്ഫർഡ്. പെട്രൂഷ്ക ഓക്സ്ഫർഡ് ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ആറാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. അടുത്ത ചോദ്യം, ഈ വർഷത്തെ അതായത് 2024 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിന പ്രമേയം എന്താണ്? ബി പാർട്ട് ഓഫ് ദ പ്ലാൻ, പദ്ധതിയുടെ ഭാഗമാകൂ. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞാണ്, മെയ് 22. ഇനി 2023 പ്രമേയം എന്തായിരുന്നു? ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ, ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി. കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക എന്നായിരുന്നു 2023 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിന പ്രമേയം. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം 2024 ലഭിച്ചത് ജെനി എർപെൻബെക്കിൻ ആണ്. ജെനി എർപെൻബെക്കിനാണ് 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ഇനി കെയ്റോസ് എന്ന നോവലിലാണ് പുരസ്കാരം ലഭിച്ചത്. ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി. ജെന്നി എർപെൻബെക്കിനും കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ മിഖായേൽ ഹോഫ്മാനും 50,000 പൗണ്ട് സമ്മാനമായി ലഭിക്കും. ഇനി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിച്ച കൃതികൾക്കാണ് ബുക്കർ സമ്മാനം നൽകുന്നത്. രാജ്യാന്തര ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യ പുരുഷ പരിഭാഷകനാണ് ആര്? ഹോഫ്മാൻ. ബൾഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ജോർജി ഗോസ്പോഡിനോവിനാണ് 2023 പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ടൈം ഷെൽട്ടർ എന്ന ബുക്കിനാണ് ഈ പുരസ്കാരം ലഭിച്ചതെന്നോട് ഓർത്തിരിക്കാം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? ജെന്നി എർപെൻബെക്ക്. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നോട്ട്സ് കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. താങ്ക് യു.